ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കൂടെ ഹരീഷും നികേഷും നിൽക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ഓരോന്ന് പറയാണ്. നിധിയുടെയും സുധീഷിന്റെയും കാര്യം തന്നെയാണ്. എന്നിട്ട് ഹരീഷ് പറയാണ്, സുഭാഷ് ഏട്ടാ സോറി സുഭാഷ് ഏട്ടാ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ആ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കാകെ ദേഷ്യം വന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ സുഭാഷ് ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, നീ ഒന്നും വിട്ടില്ലടാ. അങ്ങനെ നികേഷും പറയുന്നുണ്ട്, ഞാനും ആകെ പേടിച്ചു പോയി. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും അവള് പോകുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്തിനാ ടെൻഷൻ. അങ്ങനെ ഹരീഷ് വീണ്ടും പറയാണ്, സോറി സുഭാഷ് ഏട്ടാ, എനിക്ക് ആദ്യം അറിയായിരുന്നു അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. എനിക്ക് ഡൗട്ട് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ അതിനൊക്കെ ഞാൻ ശകാരിച്ചത് സുഭാഷ് ഏട്ടനെ ആയിരുന്നല്ലേ, സോറി സുഭാഷ് ഏട്ടാ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അത് സാരല്ലടാന്നൊക്കെ. അപ്പം നികേഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വേറെ സംസാരം ഉണ്ടായോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ആടാ അതുണ്ടായി, നിനക്കറിയില്ല എന്നൊക്കെ പറയാട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പറയാണ്, എന്തായാലും നിധി സുധീഷിനെ സ്നേഹിക്കുന്ന ഒരു കാലം വരും, നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം. സുധീഷ് എന്തൊക്കെ പറഞ്ഞാലും അവൻ സ്നേഹമുള്ളവൻ, അവന് ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ കാര്യത്തിലും. അതുകൊണ്ട് നമുക്ക് പേടിക്കാനില്ല. അവന് നല്ല ബുദ്ധി തോന്നി, നല്ല മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ സന്തോഷത്തോടെ അവനും അവളും കൂടെ ജീവിക്കട്ടെ അല്ലേ. നമ്മളായിട്ട് അവൾക്കൊരു വിഷമം ഉണ്ടാക്കരുത്. പിന്നെ അവരിഷ്ടപ്പെടുന്നതിൽ നമ്മൾ ആരും ഇടപെടരുത് കേട്ടോ. അവൾക്ക് തനിയെ ഇഷ്ടം തോന്നുന്ന അവനോട്, എന്നാലേ ആ സ്നേഹം എന്നും ഉണ്ടാവുള്ളൂ. അവൾക്ക് ഇവിടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. അവൾ ജോലി ചെയ്യോ പഠിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആരും ഇതിൽ ഇടപെടരുത്. നമ്മൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം എന്നൊക്കെ അനിയന്മാരെ ഉപദേശിക്കാൻ കേട്ടോ സുഭാഷ് ഏട്ടൻ. പിന്നീട് കാണിക്കുന്നത് ഹാളിൽ നികേഷ് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഹരീഷ് 2 പ്ലേറ്റിലായിട്ട് മാങ്ങ മുറിച്ചിട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന്. അപ്പം നികേഷ് ഒന്ന് സെലക്ട് ചെയ്തു. അപ്പൊ അവൻ പറയാണ്, എന്നാ നീ ഇത് എടുത്തോന്ന് പറഞ്ഞിട്ട് നികേഷ് സെലക്ട് ചെയ്തത് എടുത്തിട്ട് ഹരീഷ് പോവാണ് കേട്ടോ. അങ്ങനെ അവർ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ ഹരീഷ് മാങ്ങ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് മാങ്ങയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹരീഷിന്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, എടാ നീ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അല്ല, ഡിവോഴ്സ് കുറച്ച് കാലത്തേക്ക് നീട്ടി വെച്ചൂടേന്ന് നീ ചോദിച്ചില്ലേ, അതാ ഞാൻ പറഞ്ഞത്. അത് കേട്ടപ്പോൾ അവർ അങ്ങനെയല്ലേ എന്ന് പറയാട്ടോ. എന്നിട്ട് പിന്നെ സുധീഷ് ഹരീഷിനെ കുറച്ച് ടോപ്പ് കയറ്റിയാണ് കേട്ടോ. അധികമൊന്നും വായ തുറക്കില്ല, എന്നാലോ വായ തുറക്കുന്ന സമയത്ത് അത് പോയിന്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ സുധീഷ് നികേഷിനെ കളിയാക്കാണ് കേട്ടോ. എന്തൊരു കരച്ചിലാടാ നീ ഇന്നലെ കരഞ്ഞത്, പട്ടി മോങ്ങുന്ന പോലെ ആയിരുന്നില്ലേ. അത് കേട്ടപ്പോൾ നികേഷ് പറയുന്നുണ്ട്, പിന്നെ കരച്ചിൽ വന്നാൽ കരയണ്ടേ, ഏട്ടൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞാലൊന്നും ഞാൻ കരയൂല, പക്ഷെ ഏടത്തി അതെനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ സുധീഷ് പറയണം, ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടീനെ പറ്റും, പക്ഷെ എന്നെ ആർക്കും പറ്റില്ലല്ലേ. അപ്പോൾ നികേഷ് പറയണം, അങ്ങനെയൊന്നുമില്ല ഏട്ടാന്ന്. അപ്പോഴാണ് കേട്ടോ നിധി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ഞാൻ വന്നോട്ടെ. അത് കേട്ടപ്പോൾ സുധീഷ് ഒരു കോമഡി ആയിട്ട് പറയുന്നുണ്ട്, ഇത് പിന്നെ പത്മനാഭപുരം പാലസ് ആണല്ലോ, ടിക്കറ്റ് എടുത്ത് കയറാൻ. അപ്പോൾ നിധി ഒന്ന് ചമ്മി. അങ്ങനെ നികേഷ് പറയുന്നുണ്ട്, അടുത്തി മാങ്ങ വേണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, മാങ്ങ വേണ്ട, നിങ്ങളെന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണല്ലോ, ഞാൻ ഡിസ്റ്റർബൻസ് ആയോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ അതിന് കാര്യമായിട്ടൊന്നും സംസാരിക്കല്ലായിരുന്നു, നിങ്ങൾ വെറുതെ ഓരോന്ന് പറയായിരുന്നു. അങ്ങനെ നികേഷ് അടുത്തിനോട് അടുത്ത് ഇവിടെ വന്നിരുന്നോളൂ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നിധി അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവരോട് ചോദിക്കുകയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെന്താ സുഭാഷ് ഏട്ടനെ കല്യാണം ആലോചിക്കാത്തത്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങൾ ആലോചിക്കുന്നില്ലെന്നാണോ നീ വിചാരിച്ചത്, ഞങ്ങൾ ഒരുപാട് തവണ ആലോചിച്ചതാണ്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നവൻ ചോദിക്കുകയാണ് കേട്ടോ. അല്ല, അന്ന് അയാളൊരു പെൺകുട്ടീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പിന്നെ അതിനെ പറ്റി ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അയാൾ അങ്ങനെ തന്നെ, അയാൾ കുറെ കൊണ്ടുവരും, പക്ഷെ ഒന്നും നടക്കൂല. അയാളെ കൂടെ പോയിട്ടാണ് ഏട്ടൻ എല്ലാവരും ഇന്ന് കാപ്പി കുടിയില്ലെന്ന് ചോദിച്ച് കളിയാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം വിട്ടോ എന്ന് നിധി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞങ്ങളാരും ഇത് വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നിധി പറയാണ്, അല്ല സുനന്ദേൻ്റെ കല്യാണം കഴിയാൻ പോവാണല്ലോ, അപ്പോൾ സുഭാഷ് ഏട്ടന് എന്തായാലും ഒരു വിഷമമുണ്ട്, അത് സുഭാഷ് ഏട്ടനെ ബാധിക്കുകയും ചെയ്യും. അതിൽ ഹരീഷ് പറയാണ്, എന്ത് ബാധിക്കാനാ, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടമാണ്, അത് ഇവിടെ എല്ലാവർക്കും അറിയില്ലേ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഒന്നും നടക്കൂല ഏടത്തി, അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. അതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏടത്തി. പിന്നെ ആ കുട്ടിയാണെങ്കിൽ ധൈര്യത്തോട് കൂടി ഒരു തീരുമാനം എടുക്കുകയില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ പറ്റില്ല ഹരീഷ്, സുനന്ദയ്ക്ക് സുഭാഷ് ഏട്ടന് ഇഷ്ടമാണ്, പക്ഷെ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി വരാനുള്ള ധൈര്യം ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഹരീഷ് പറയാണ്, ഒന്നും നടക്കൂല എടുത്തി, പിന്നെ നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതന്നെ, അവരും നമ്മളായിട്ട് ഒരിക്കലും ചേരൂല, പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, അത് ശരിയാടത്തേ നന്നാവൂല, പക്ഷെ നമുക്ക് വേറെ കല്യാണം ആലോചിക്കാം. ഇനിയിപ്പോൾ സുനന്ദേച്ചിൻ്റെ കല്യാണം കഴിയുകയാണെങ്കിൽ സുഭാഷിൻ്റെ വിഷമമൊക്കെ ഉണ്ടാകും, പക്ഷെ വേറെ കല്യാണം കഴിച്ചാൽ അതൊക്കെ മാറില്ലേ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഏട്ടൻ വേറെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര സങ്കടം, പക്ഷെ നടക്കൂലെന്ന് അറിയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവൾ മുൻകൈ എടുക്കണ്ടേ, അവൾ ഇനിഷ്യേറ്റീവ് എടുത്താലല്ലേ കാര്യം നടക്കുകയുള്ളൂ. അങ്ങനെ ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്